ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നാട്ടിലത്തെ വർത്തമാനങ്ങളൊക്കെ ഏകദേശം തീരാറായി. കാരണം ഇനി അടുത്തത് എൻ്റെ തിരിച്ചു വരുന്ന വീഡിയോ മാത്രമായിരിക്കും. അപ്പം നാട്ടിലത്തെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതിപ്പം കുട്ടിമാമ അടുക്കളയിൽ പായസത്തിനുള്ള പ്രിപ്പറേഷൻസ് നടത്തുകയാണ്. സേമിയ പായസം വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോര് കലക്കുന്നതോ തൈര് ആ സംഭവമായിരുന്നു. അപ്പം ഒരു ഭാഗത്ത് പായസം അങ്ങനെയുള്ള പ്രിപ്പറേഷൻസൊക്കെ നടക്കുകയാണ്. കാരണം ഇന്ന് മാമയുടെ പിറന്നാളാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടിമാമ പായസത്തിൻ്റെ ഒക്കെ മെയിൻ ആളാണ്. പായസം, അവിയൽ. കുട്ടിമാമ വേറൊരു തരത്തിലൊരു നല്ല കുക്കാണ്. അപ്പം ഈ നാടൻ ഐറ്റംസ് എല്ലാം കുട്ടിമാമ ഭയങ്കര സൂപ്പറായിട്ട് ഉണ്ടാക്കും. അപ്പോൾ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ പിന്നെ നേരെ അവിയലിലേക്ക് ചെന്നു. അങ്ങനെ അവിയലും റെഡിയായി, ഓലനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് സദ്യ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ ഈ ബാക്കത്തെ അടുക്കളയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പിറന്നാളുകാരനും മുത്തശ്ശനും അമ്മൂമ്മയും കുട്ടിമാമയും എല്ലാവരും കൂടെ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെയാണ്. അപ്പം വല്ലപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എടുത്തു മാത്രം. അങ്ങനെ നമ്മൾ പിറന്നാളുള്ള സമയത്ത് നമ്മൾ വേറൊരു ഇലയിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വയ്ക്കും. അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അതിഥികളെത്തും കേട്ടോ. കാരണം കുട്ടിമാമയുടെ മകളാണ് സരിത ചേച്ചി. സരിത ചേച്ചിയും പിള്ളേരും ദുബായിൽ നിന്ന് വന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ആൽബങ്ങളൊക്കെ കിട്ടി. ആൽബം ചെയ്തതെല്ലാം അച്ഛൻ്റെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ സിദ്ധുവിനുള്ളതും എനിക്കുള്ളതും എല്ലാം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണനും അമ്മായിയും കൂടെ നമ്മൾ കഴിഞ്ഞ തവണയും ഇതുപോലെ ചാലിൽ വെള്ളം വന്നപ്പോൾ കളിക്കാനായിട്ട് ഞങ്ങൾ പോയി. കാരണം കണ്ണന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളൊന്ന് ചുമ്മാ അതുവരെ പോയി. പാമ്പുണ്ടാവുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തിരിച്ചിറങ്ങുകയും ചെയ്തു. അപ്പോഴേക്കും വീട്ടിൽ നമ്മുടെ താരങ്ങൾ എത്തി. നിത്തി, ഇപ്പു, അത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ എൻഗേജ്മെൻറ്റ് അവൻ തന്നെയായിരുന്നു ദുബായിൽ നിന്ന് വന്നത്. പക്ഷെ ഇവരൊക്കെ റീസെൻ്റായിട്ടാണ് വന്നത്. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഈ കള്ളന്മാരാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വെക്കേഷൻ ആയപ്പോൾ വന്നു. അതുമാണ് മൂത്തത്. പിന്നെ ഇപ്പു, പിന്നെ നിത്തി. ഇതാണ് നിത്തി, ഇത് ഇപ്പു, ഇത് അതും. അപ്പോൾ ഇവരെ നിങ്ങളിപ്പോഴായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സമയവും വളരെ കുറവായിരുന്നു. 2 ദിവസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെയും കൊണ്ട് ഹോട്ടലിൽ പോകാം. കണ്ണൻ കൂടെ വന്നില്ല. അപ്പോൾ ഇവർ 3 പേരും, ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് പോയത്. അപ്പോൾ അവർക്ക് മന്തി മതി എന്ന് പറഞ്ഞു. അങ്ങനെ മന്തി ഓർഡർ ചെയ്തുള്ള ബാക്കി കാര്യങ്ങൾ കാണാം. അതുവിനെ മുതൽ ഞാൻ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടന്ന ആളാണ്. കാരണം ചേച്ചി ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. ചേച്ചി ഞാനുമായിരുന്നു പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ മെയിൻ, എന്താ പറയുക, ചേച്ചിക്കൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചേച്ചി അങ്ങനെ ദുബായിലേക്കൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതുണ്ടായ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ ഓരോ ആൾക്കാരുണ്ടാവും തോറും ചേച്ചി ഇടയ്ക്ക് അങ്ങോട്ട് പോകും. ഇപ്പോൾ മൊത്തത്തിൽ അവരവിടെയാണ്. അതുമാത്രമാണ്. അത് +1 ആയപ്പോൾ ഇവിടെ ചേർത്തി. അപ്പോൾ അതുവിനെ എടുത്തുകൊണ്ട് നടന്നു. പിന്നെ എനിക്കങ്ങനെ അവൻ്റെ ചെറുപ്പം ഒരുപാട് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പു ആയപ്പോൾ ഇപ്പുവിൻ്റെ കുറച്ച് എനിക്ക് കിട്ടി, പക്ഷെ അധികം ഉണ്ടായില്ല. എന്നാലും അവൻ വേറെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് എന്താ ദേഷ്യം തോന്നും, അതേസമയം നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം ഇപ്പോഴും അവൻ ചെറുതാണല്ലോ, അധികം വലുതായിട്ടില്ല. പിന്നെ 3ാമത്താണ് ഈ നിത്തി. ഇവരുടെയൊക്കെ പേര് വേറെയാണ് കേട്ടോ. അപ്പോൾ നിത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്തി ശരിക്കും ക്യൂട്ടാണ്. അവൻ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം നന്നായി സംസാരിക്കും, എല്ലാം ഒക്കെ ചെയ്യും. അപ്പം എനിക്ക് എൻഗേജ്മെൻറ്റ് ഇല്ലാത്തതിന് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് വരുന്നില്ലെങ്കിൽ പിന്നെ എന്നോട് മിണ്ടുക വേണ്ടാന്ന്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഡേ ഇതുപോലെ എനിക്കിഷ്ടപ്പെട്ട മീൻ, ചിക്കൻ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഇലയിൽ എന്തിനാണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തിനോ ആരുടെ എന്തെങ്കിലും സ്പെഷ്യലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കണ്ണനെ മാത്രമേ എനിക്കതിൽ ഒപ്പിയെടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ മയിൽ പീലി വിടർത്തുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷെ ഒരുപാട് പീലി ഇല്ലായിരുന്നു. പെൺമയിലായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തേക്ക് പോകുമ്പോൾ അത് ഓടിപ്പോവും. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞ് അപ്പുറത്ത് നമ്മുടെ ശംഭു എത്തി. ശംഭുവിന് എന്താണെങ്കിലും പേടിയാണ്. അപ്പോൾ അച്ഛനാന്ന് തോന്നുന്നു എൻ്റെ ഈ വീഡിയോ എടുത്ത്. ഞാൻ നടന്നു വരുമ്പം അത് പെട്ടെന്ന് ഓടിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും മുത്തശ്ശന് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് കേട്ടോ. നമുക്ക് പീടികയെ പോയി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. പിന്നെ അതാ ഇപ്പവും നിത്തിയും എപ്പോഴത്തെയും പോലെ ഫോണിൽ തന്നെ ആയിരുന്നു. അപ്പം വന്ന സമയത്ത് ഞാൻ പോകുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പം
നിത്യമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയെല്ലാം ന്യൂസിലൻഡ് വ്ളോഗ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരാം. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.